എങ്ങോട്ടാ നമ്മൾ പോകുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഇന്ന് ഓഗസ്റ്റ് 15 നമ്മളെ സ്കൂളിൽ എന്തൊക്കെയാ പരിപാടി എന്നൊന്ന് ചെന്ന് നോക്കിയാലോ. സ്കൂളിലെ പരിപാടികളൊക്കെ കാണുക, അതിൻ്റോടൊപ്പം തന്നെ ആടെ തന്നെ പായസം കുടിക്കുക. അതാട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടി. ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അസംബ്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. നമുക്കറിയാലോ, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇന്ന് രാവിലെയും അതേ നിപ്പിലിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അസംബ്ലി ഒന്നും നടത്താൻ പറ്റൂലല്ലോ. അതുകൊണ്ട് സ്കൂൾ വരാന്തയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അസംബ്ലിയും മറ്റു പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, നമ്മളെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇട്ട ഡ്രസ്സിലെ കളറ് നമ്മളെ പതാകേൻ്റെ എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഏകദേശം എല്ലാവരും ആ കളറിലൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാട്ടോ അവിടെ വന്നേ. ഞാനും എൻ്റെ അടുത്തുള്ളൊരു വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ട് പോയി. ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുന്നേരം കീശേമ കുത്തുന്നൊരു കൊടിയും കയ്യിൽ പിടിക്കുന്നൊരു കൊടിയാനല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് വാങ്ങിത്തരിക. ഇപ്പം എന്തൊക്കെ ഐറ്റംസ് ആട്ടോ വന്നേ. കുട്ടികളുടെ അടുത്ത് നോക്കുങ്ങൾ, കൈമ്മൽ, കഴുത്തിൽ, തലയിൽ എന്തൊക്കെ സംഭവങ്ങളാണ്. ഇന്നിവിടെ വെച്ച് നടന്ന അസംബ്ലിയിൽ ഒരുപാട് സമ്മാന വിതരണമൊക്കെ ഉണ്ടേനെ. സ്കൂളിലെ തന്നെ പല മത്സരങ്ങൾക്കും വിജയിച്ച കുട്ടികൾക്കും ഉയർന്ന തലങ്ങളിൽ വിജയികളായ 2 പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം ഇവിടെ നടന്നു കേട്ടോ. ഇപ്പോഴും പുറത്ത് നല്ലോണം മഴ പെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഈ ഒരു സാഹചര്യത്തിലും നമ്മളെ സ്കൂൾ വരാന്തയിൽ വെച്ചിട്ട് ഓഗസ്റ്റ് 15 എല്ലാ പരിപാടികളും അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിലെ ടീച്ചേഴ്സിനും PTA മെമ്പർമാർക്കും ഒപ്പം തന്നെ നമ്മളെ കൗൺസിലറും അതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കളും ഇന്ന് ഈ ഒരു പരിപാടിയിൽ സജീവമായിട്ടുണ്ട്. നഴ്സറിയിലും പരിപാടികൾ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ. നിങ്ങൾ നോക്ക്, എന്ത് രസമായിട്ടാണ് ചെറിയ മക്കളൊക്കെ ഇങ്ങനെ പതാക വരക്കുന്നതും അതിനൊക്കെ ഇങ്ങനെ കളറ് കൊടുക്കുന്നതും. കുറച്ച് സമയം കഴിഞ്ഞേരം മഴ അമ്മക്കൊരു ഇടവേള തന്നിട്ടോ. ആ സമയത്തോ നമ്മളെ സ്കൗട്ടിൻ്റെയും ഗൈഡിൻ്റെയും വലിയ കുട്ടികളില്ലേ, ഓരോരോ പരേഡ് തന്നെ ഗ്രൗണ്ടിലങ്ങ് നടന്ന് ടീച്ചേഴ്സും PTA മെമ്പേഴ്സും രക്ഷിതാക്കളൊക്കെ കൂടി ഗാന്ധിജീൻ്റെ പ്രതിമയ്ക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നമ്മളെ ഇന്നത്തെ ഈ ഒരു പരിപാടിയില്ലേ അത് അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. പായസ വിതരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഞാൻ മെയിനായിട്ട് വന്നത് പായസം കുടിക്കാനാണ്. കുട്ടികൾക്കെല്ലാം ക്ലാസ് തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് കൊടുക്കുന്ന രക്ഷിതാക്കൾക്കാട്ടോ. ഞാനും ആടെ പോയി നിന്ന് എനിക്കും കിട്ടിയൊരു ഗ്ലാസ് പായസം. ഗോതമ്പ് റവയില്ലേ, ഗോതമ്പ് റവേൻ്റെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം മക്കളെ, ഒരു രക്ഷയും. നല്ല ചൂടോടിയാട്ടോ കുടിക്കുന്നേ, എന്നാലും അടിപൊളി ടേസ്റ്റ്. നല്ല പാലിൻ്റെയും ഏലക്കായൻ്റെ എല്ലാം അടിപൊളി ചൊയ. അപ്പോൾ ഈ ഒരു പായസം കുടിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ്.